എൻ്റെ അടുത്ത് പറഞ്ഞു, തിയറി ഒന്നും പറയരുത്, ആസനാസ് പഠിപ്പിക്കുക, മതിയാക്കുക. പക്ഷേ യോഗ ചെയ്താൽ രോഗം വരും. അതായത് ചെയ്തതിന്റെ ആർക്കാണ് ഭാഗമായിട്ടാണോ അതോ യോഗാസനങ്ങൾ ചെയ്യാൻ യോഗ്യരായിട്ടുള്ളത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബില്യൺ ട്രില്യൺ ഡോളറിൻ്റെ ബിസിനസ്സാണ് ഇപ്പോൾ യോഗയിൽ നടക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കും, അപ്പം അത്രയും സെൽഫിഷ് ആണോ? സെൽഫിഷ് ആയിട്ടല്ല. അല്ല, സന്തോഷത്തിന്റെ കാര്യത്തിൽ സെൽഫിഷ് ആവുന്നത് നല്ലതല്ലേ? അറേബ്യൻ കൺട്രീസിൽ പോയാൽ നിങ്ങൾ എവിടെ നിന്നാന്ന് ചോദിച്ചാൽ അൽ ഹിന്ദ് എന്നാ പറയാ. ഇന്ത്യ അവർ അൽ ഹിന്ദ് എന്നാ പറയാ. അപ്പം റിയൽ എന്താ, ഓവർ എന്താ, ഒറിജിനൽ എന്താ, ഇതൊന്നും ആർക്കും അറിയില്ല. ഭയങ്കര ഫാഷനായി സ്പിരിച്വാലിറ്റി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വർഗത്തിൽ നമുക്ക് ആനന്ദത്തോടെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയണത്, തുല്യ നിന്ദാ സ്തുതിർ മൗനി സന്തുഷ്ടോ ഏന കേനചിത്. ഭഗവത്ഗീതയിൽ പറയണില്ലേ, സ്തുതിക്കണോ, സ്തുതിച്ചോ. ലൈക്ക് ഇപ്പോൾ യോഗ എന്നുള്ളൊരു സിമ്പിൾ വേർഡ് നമ്മൾ പറയുന്ന സമയത്ത് വെൽനെസ് ആയിട്ട് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുയിസത്തിൻ്റെ ഒരു ഭാഗമാണ്, അതായത് ഹിന്ദുക്കളുടെയാണ് യോഗ എന്ന് വരെ ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി യോഗ എന്ന് പറയുന്നത് ഒരു ഹിന്ദു റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഹിന്ദുയിസത്തിൻ്റെ ഭാഗമാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വെൽനെസ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് വെൽനെസ്സിൻ്റെ ഒരു ഭാഗമാണോ? അപ്പോൾ രണ്ട് രീതിയിലുള്ള ഈ ചോദ്യത്തിനെ രണ്ട് രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. ഒന്ന്, ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യത്തെ ഒരു അതിർത്തിയുമില്ലാതെ ഉപയോഗിക്കാൻ വേണ്ടി ആളുകൾ ഒന്ന് മാറ്റി പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഹിന്ദു എന്ന് പറഞ്ഞ വാക്ക് ഒരു മതമാക്കി മാറ്റിയത് മറ്റെന്തൊക്കെയോ ഉദ്ദേശത്തിലാണ്. അതെ, കാരണം ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമാണ് യോഗ. എന്താ യോഗ? ആനന്ദത്തിലിരിക്കുക എന്നുള്ളതാണ്. ആനന്ദത്തിലിരിക്കാൻ എങ്ങനെയാണ് പറ്റുക? അത് യോഗയാണ്. അതാണ് യോഗ. അതിൽ വളരെ ചെറിയൊരു പാർട്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ആസനങ്ങൾ, അല്ലെങ്കിൽ പ്രാണായാമങ്ങൾ. ഇതെല്ലാം നമുക്ക് ആനന്ദം തരുന്നത് എന്തോ അത് മാത്രമാണ് യോഗ. അപ്പം നമ്മളെല്ലാവരും അൾട്ടിമേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത് എന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കാശുണ്ടാക്കിക്കോളൂ, നിങ്ങൾ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്തോളൂ, എന്ത് ചെയ്താലും അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ് ആണ്. അപ്പോൾ ഈ റിയൽ ആയിട്ടുള്ള ഹാപ്പിനെസ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴും ഇത് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴും ഒക്കെ. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ലെവലിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കാണ് എന്തുള്ളത്, ലിമിറ്റേഷൻ ഉള്ളത്. ആക്ച്വലി പുറത്ത്, അതായത് ഭാരതത്തിൻ്റെ പുറത്ത് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ ആദ്യം കുവൈറ്റിൽ പോയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, തിയറി ഒന്നും പറയരുത്, ആസനാസ് പഠിപ്പിക്കുക, മതിയാക്കുക. പക്ഷെ എനിക്ക് അങ്ങനെ എടുക്കാൻ അറിയില്ല. എന്നെ ഗുരുക്കന്മാരുടെ കാൽച്ചുവട്ടിലിരുന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ 3 വയസ്സിൽ പ്രാക്ടീസായിട്ട് തുടങ്ങിയത്. അമ്മ ചെയ്യുന്നത് കണ്ടിട്ട് അമ്മയുടെ കൂടെ തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഞാനിങ്ങനെ ആരുടെയും കീഴിൽ പണിയെടുത്ത് കാശുണ്ടാക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാരതത്തിൻ്റെ ഒരു സാധനത്തിനെ ഇൻ്റർനാഷണൽ വൽക്കരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ചില ഗുണങ്ങളെ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് തെറപ്പിയാണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പരിധി വരെ അല്ലേ. പക്ഷേ യോഗ ചെയ്താൽ രോഗം വരും. അതായത് ചെയ്തതിന്റെ ഭാഗമായിട്ടാണോ യോഗാസനങ്ങൾ ചെയ്യാൻ യോഗ്യരായിട്ടുള്ളത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആളുകൾ യോഗാസനങ്ങൾ ചെയ്യാൻ പാടില്ല. അവരെ കണ്ട് മനസ്സിലാക്കി അതിന് ശേഷം അവരെ അതിനു വേണ്ടി തയ്യാറാക്കിയതിന് ശേഷമാണ് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. അല്ലാതെ 1 മാസത്തെ കോഴ്സ് കഴിഞ്ഞതുകൊണ്ട് പോയി പഠിപ്പിക്കാനുള്ളതല്ല യോഗ. ഇപ്പൊ അതങ്ങനെ ആയിട്ടുണ്ട് ശരിക്കും. ഇങ്ങനെ, അതായത് ബില്യൺ ട്രില്യൺ ഡോളറിൻ്റെ ബിസിനസ്സാണ് ഇപ്പോൾ യോഗയിൽ നടക്കുന്നത്. കാരണം ഇൻ്റർനാഷണൽ ലെവലിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതിനൊരു ഉദാഹരണമാണ് കുണ്ടലിനി അവേക്കനിങ് വിത്തിൻ 10 minutes, കുണ്ടലിനി യോഗ, ചക്ര ക്ലിയറിങ്, ചക്ര ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസത്തെ പ്രോഗ്രാമും പ്രോസസ്സുകളും ഒക്കെ നമ്മൾ കേൾക്കുന്നത് ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യതയാണ്. ഇതൊരു തപസ്സാണ്. ഇത് ആനന്ദിക്കാൻ തീരുമാനിച്ചുറച്ച ആളുകളുടെ വഴിയാണ്. അവരെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ആനന്ദത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർ മാത്രമാണ്. വേറെ ഒന്നിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല.
അപ്പം നമ്മൾ ചോദിക്കും അപ്പം അത്രയും സെൽഫിഷ് ആണോ? സെൽഫിഷ് ആയിട്ടല്ല. അല്ല, സന്തോഷത്തിന്റെ കാര്യത്തിൽ സെൽഫിഷ് ആവുന്നത് നല്ലതല്ലേ? ഈ ആനന്ദമാണ് ശരിക്കും യോഗയെ ഇത്രയും പോപ്പുലറൈസ് ആക്കിയത്. പോകുന്ന വഴികൾ ശരിയാണോ എന്നൊന്നും ചോദിച്ചാൽ അതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിവാദമായി മാറും. കാരണം ഈ യോഗയെ വെച്ചിട്ട് നമ്മൾ കോമ്പറ്റീഷൻസ് ചെയ്യുന്നുണ്ട്. ഒളിമ്പിക്സിൽ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും വളരെ കാര്യമായിട്ട് പല സ്ഥലത്തു നിന്നും ആളുകൾ ചെയ്യുന്നുണ്ട്. അത് മോശം എന്നൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അതിൻ്റെതായിട്ടുള്ള വേറൊരു വഴിയുണ്ട്. തെറപ്പിയുണ്ട്. വളരെ എഫക്റ്റീവാണ്. യോഗ തെറപ്പികൾ മനുഷ്യ ശരീരത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആസ്മറ്റിക് ആയിരുന്നു. ചെറുതായിരുന്ന സമയത്ത് വെറുതെ ഓംകാരം ജപിച്ചിട്ടാണ് എൻ്റെ ആസ്മ മാറിയതെന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയും വിശ്വാസമാണ്. വെറുതെ. അത് വയനാട്ടിലെ തണുപ്പ് കാലാവസ്ഥയിൽ ഒരു നവംബർ, ഡിസംബർ, ജാനുവരി മാസങ്ങളിൽ ഉറങ്ങാനേ പറ്റില്ല. രാത്രിയിൽ ശ്വാസം മുട്ടിയിട്ട്. പക്ഷേ അമ്മയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ 21 പ്രാവശ്യം ഓംകാരം ജപിക്കാൻ പറഞ്ഞു. ഓംകാരം ജപിച്ചു. ഒരു 3 ആഴ്ചയുടെ ഉള്ളിൽ മാറി. അപ്പം ഇതൊക്കെ പിന്നീടാണ് നമ്മൾ വലുതായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ യോഗ തെറപ്പിയൊക്കെ പഠിക്കുന്നത്. ഞാൻ യോഗ തെറപ്പിയിലാണ് ഞാൻ BSc MSc ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. യോഗ തെറപ്പി ആയിട്ടുണ്ട്. ഭാരതത്തിൻ്റെ സമ്പത്ത്, ഹിന്ദുക്കളുടെ സമ്പത്ത് എന്നതിനേക്കാട്ടിലുപരിയായി ഭാരതത്തിൻ്റെ സമ്പത്ത് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് യോഗയുടെ ഒരു ഡെഫിനിഷൻ. അതെ, അത് ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടിയായിരിക്കും ആളുകൾ ഇങ്ങനെ, അല്ലേ? പിന്നെ ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് പാടില്ലാത്തതാണ്. അപ്പോൾ അതിനെ ഒന്ന് പാർശ്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നതായിരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. പുറത്തുനിന്ന് വന്നിട്ടുള്ള സംസ്കാരം നമ്മളെപ്പോഴും, ഭാരതം എപ്പോഴും ആളുകളെ 2 കൈ നീട്ടി എല്ലാ സംസ്കാരങ്ങളെയും സ്വീകരിക്കുന്ന ആളുകളല്ലേ. അപ്പോൾ ഇതല്ലാത്ത ആളുകൾ വന്ന് കുറേ പേര് ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചു, കുറേ പേര് ഇസ്ലാമിസം സ്വീകരിച്ചു, കുറേ പേര് ജൈനിസായി, കുറേ പേര് ബുദ്ധിസ്റ്റായി. ഏത് മതക്കാരെ എടുത്ത് നോക്കിയാൽ നമുക്കിവിടെ കാണാം. ബാക്കി വരുന്ന ആളുകളാണ് ശരിക്കും, അതായത് ഇന്ത്യയിൽ ജീവിക്കുന്നത്. ഇപ്പം നിങ്ങൾ അറേബ്യൻ കൺട്രീസിൽ പോയാൽ നിങ്ങൾ എവിടെ നിന്നാന്ന് ചോദിച്ചാൽ അൽ ഹിന്ദ് എന്നാ പറയാ. ഇന്ത്യ അവർ അൽ ഹിന്ദ് എന്നാ പറയാ. ഇപ്പോഴല്ലേ ഇതൊരു മതമായി മാറിയത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ സമ്പ്രദായങ്ങൾ മതങ്ങളാക്കി മാറ്റാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര തരം മതങ്ങളുണ്ടാവും. ഇപ്പൊ ശൈവിസം ഉണ്ട്, വൈഷ്ണവിസം ഉണ്ട്, താന്ത്രിക് രീതികളുണ്ട്, അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വാസം ഇല്ലാതെ ജീവിക്കാം, ദൈവം ഇല്ലാതെ ജീവിക്കാം, നിങ്ങൾക്ക് രണ്ടിൻ്റെ ഇടയിൽ. ഇപ്പം ചില ആൾക്കാരോട് നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വിശ്വാസമൊക്കെ ഉണ്ട്, ഓവറല്ല എന്ന് പറയും. ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില ആൾക്കാരും ഭക്തിയൊക്കെ ഉണ്ട്, ഓവറല്ല. ശരി. അപ്പം റിയൽ എന്താ, ഓവർ എന്താ, ഒറിജിനൽ എന്താ, ഇതൊന്നും ആർക്കും അറിയില്ല. ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു 5-6 വർഷത്തിന്റെ ഇടയിൽ ഭയങ്കര ഫാഷനായി സ്പിരിച്വാലിറ്റി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സത്യമാണ്. അതെ അതെ. ഇന്നലെയും ആക്ച്വലി ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നതേ ഉള്ളൂ. ഇതൊരു ട്രെൻഡ് പോലെ ഇപ്പോൾ ആൾക്കാർ. അപ്പം നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമുക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതായത് യഥാർത്ഥത്തിലുള്ള ഇത് എക്സ്പീരിയൻസ് ചെയ്യും. നിങ്ങൾ മെലിയുന്നോ, നിങ്ങളുടെ ശ്വാസം ക്ലിയർ ആകുന്നോ, ഇതെല്ലാം അതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആണ്. രോഗം മാറുന്നോ, ഇതെല്ലാം ബൈ പ്രോഡക്ട്സ് ആണ്. നിങ്ങൾക്ക് ആത്യന്തികമായിട്ട് ആനന്ദത്തിലിരിക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ യോഗിയാണ്. അതിന് ആസന ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ പോയ വഴിയിലൂടെ ആളുകൾ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നതാണ്. അതായത് ഞാൻ ഇങ്ങനെയൊക്കെ പോയ സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ടായി എന്ന് പോയ ആളുകളില്ലേ, ആ ആളുകൾ കാണിച്ചു തന്നിട്ടുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ യോഗം എന്ന ആ ഒരു സമ്പ്രദായത്തിൽ അനേകായിരം മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും തെറ്റല്ല. ഇപ്പൊ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ചെയ്തിട്ടാണ് ആനന്ദം ലഭിക്കുന്നത്, നല്ലത് അല്ലേ? പിന്നെ നിങ്ങൾക്ക് ചികിത്സ ചെയ്തിട്ടാണ് ആനന്ദം ലഭിക്കുന്നത്, നല്ലതല്ലേ? ആനന്ദമാണ് അൾട്ടിമേറ്റ്. അത് മറ്റൊന്നിൻ്റെ, അതായത് സ്വർഗത്തിൽ നമുക്ക് ആനന്ദത്തോടെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരിയല്ലേ? ശരിയാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം നല്ലതാണ് എന്ന് പറയപ്പെടുന്നു.
അവിടെ ആനന്ദമാണെന്ന് കേൾക്കുന്നു. കേൾക്കുന്നു. അതെ. പക്ഷെ നരകത്തിൽ നിങ്ങൾക്ക് ആനന്ദത്തിലിരിക്കാൻ പറ്റും. ഓക്കെ. അതുകൊണ്ടാണ് ഭഗവാൻ പറയണത് തുല്യനിന്ദാ സ്തുതിർ മൗനി സന്തുഷ്ടോ ഏന കേനച്ചിത്. ഭഗവത്ഗീതയിൽ പറയണില്ലേ, സ്തുതിക്കണോ, സ്തുതിച്ചോ. അപ്പോഴാണ് ആനന്ദം ലഭിക്കുന്നെങ്കിൽ അത് ഇകഴ്ത്തണോ, രാമനാമം ജപിക്കുമ്പോൾ. ചീത്തവിളി കേൾക്കണോ, ഈസി ആയിട്ട് കേൾക്കൂ. ആദ്യമൊക്കെ കേൾക്കുമ്പം ഭയങ്കര നല്ല കുട്ടികളായിട്ട് വളർന്നിട്ടുള്ള ആളുകൾക്ക് നല്ലതാ നല്ലതാ നല്ലതാന്ന് മാത്രം കേട്ടിട്ട് വളർന്നിട്ടുള്ള ആളുകളില്ലേ, ആ ആളുകൾക്ക് ചീത്താന്ന് കേൾക്കുമ്പോൾ ആദ്യം ഭയങ്കര ഷോക്കായിരിക്കും. പക്ഷെ ഇതൊരു ഭയങ്കര ട്രാപ്പാ. ശരിയാ. നമുക്ക് ഒരിക്കലും തൻ്റേതായിട്ടുള്ള ഒരു ഇടം സൃഷ്ടിക്കാൻ പറ്റില്ല. മഞ്ജു വാര്യർ മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ അതെ, 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 അടക്കൊതുക്കൊള്ളെന്ന് അതെ, പറഞ്ഞാല് അതെ, അതെ, നല്ലതെന്ന് അതെ. വിചാരിക്കരുത്, അതൊരു ട്രാപ്പാണെന്ന് വിചാരിച്ചോ. പക്ഷെ ആത്യന്തികമായി നമ്മുടെ മനസാക്ഷിക്ക് ശരി എന്ന് തോന്നുന്നത് നമുക്ക് ചെയ്യാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുണ്യം പോഡ്കാസ്റ്റ് എന്ന സെഗ്മെൻറ്റിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ഇതിൻ്റെ പൂർണ്ണ രൂപം കാണാനായി ഒന്നുകിൽ മേളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ലിങ്ക് ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നോക്കിയാലും കാണാൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോഡ്കാസ്റ്റ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നോക്കിയാലും കാണാൻ സാധിക്കും.